ഒരു മാസ് എൻട്രി ആയിരുന്നു VDS സർക്കാരിൻ്റേത്. പക്ഷേ സർക്കാരിൻ്റെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ ഇപ്പോഴും പക്ഷേ തർക്കം അങ്ങനെ മുറുകുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്ന് ഏറ്റെടുക്കാനാണ് കോൺഗ്രസിൻ്റെ ഒരു നീക്കം. പകരം ഫിഷറീസ് വേണമെന്ന നിലപാട് ലീഗ് ആവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസിനും ലത്തീൻ സഭയ്ക്കും എതിർപ്പുണ്ട്. കൃഷി വകുപ്പ് ഏറ്റെടുക്കാൻ സിദ്ദിഖും വിമുഖത അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ രജിത് കുമാർ നൽകും. രജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ സർക്കാരാണ്. വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ ഇന്നലെ വന്നു. പക്ഷേ ഒരു കീറാമുട്ടിയായി നിൽക്കുന്നത് ഈ വകുപ്പ് വിഭജനമാണ്. നമുക്കറിയാം, ലത്തീൻ സഭയെ അനുനയിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫിഷറീസ് വകുപ്പിലാണ് ഏറ്റവും പ്രധാനമായും ഒരു ചർച്ച ഇങ്ങനെ നടക്കുന്നത്. തീരുമാനം എപ്പോഴത്തേക്കാകും? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ശ്രീജ, സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഇന്ന് 2ാം ദിവസത്തിലേക്ക് നീങ്ങുമ്പോഴും മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിലാണ് ഇതുവരെയും തീരുമാനമാകാത്തത്. വകുപ്പുകൾ ഏതൊക്കെ മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്നു എന്ന കാര്യം രാജ്ഭവനെ അറിയിക്കേണ്ടതുണ്ട്. അപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനമടക്കം ഇറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെയും നീണ്ടുപോകുകയാണ്. ഇപ്പോഴും വകുപ്പുകളുടെ കാര്യത്തിൽ വേണ്ട തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ മുരളീധരന് ദേവസ്വവും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഒപ്പം തന്നെ ഷിബു ബേബി ജോണിന് വനം തുടങ്ങിയ കാര്യങ്ങളിൽ ഏറെക്കുറെയൊക്കെ തീരുമാനങ്ങൾ വകുപ്പുകളുടെ കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട് എങ്കിൽ തന്നെയും ചില വകുപ്പുകൾ വിഭജിക്കുന്നതിൽ അല്ലെങ്കിൽ ചില വകുപ്പുകൾ കൈവശം വെക്കുന്നതിലടക്കം തർക്കങ്ങൾ തുടരുന്നു എന്നതാണ്. ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പും മുസ്ലിം ലീഗിന്റെ കൈവശമായിരുന്നു നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ അത് വിഭജിച്ച് പഴയ LDF മോഡലിൽ തന്നെ LDF സർക്കാർ കൈകാര്യം ചെയ്തിരുന്നത് പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചത്. അത് റോജി M ജോണിന് നൽകുന്നതിനുള്ള തീരുമാനവുമായിരുന്നു. എന്നാൽ ഫിഷറീസ് വകുപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ തങ്ങൾക്ക് വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുകയും ചെയ്തു. ആ ഫിഷറീസ് വകുപ്പ് അടക്കം വിട്ടു നൽകുന്നതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർപ്പുണ്ട്. ഒപ്പം തന്നെയാണ് ലത്തീൻ സഭയ്ക്ക് ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയത്. ആ എതിർപ്പിനെ തുടർന്ന് അവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്നടക്കം വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി വൈകിട്ട് നേരിട്ട് ലത്തീൻ സഭ ആസ്ഥാനത്തെത്തി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യത്തിലൊരു സമവായത്തിനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയത്. എങ്ങനെയാണെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ലത്തീൻ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത് ഈ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ ഒരു ഇടപെടൽ തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിലും തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകുന്ന കാര്യത്തിലും മുസ്ലിം ലീഗ് പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അടക്കം വിട്ടു നൽകാൻ ഇവർ തയ്യാറായിരുന്നു. എന്നാൽ ഫിഷറീസ് വകുപ്പ് അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ തങ്ങൾക്ക് വേണമെന്ന ആവശ്യവുമായാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെയാണ് മുഖ്യമന്ത്രി ഒരു 3 വകുപ്പുകൾ, പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ തന്നെ കൈവശം വെക്കുന്നുണ്ട്. ധനകാര്യ വകുപ്പും നിയമകാര്യ വകുപ്പും ഒപ്പം തന്നെ INPRD വകുപ്പ്, ഈ 3 വകുപ്പുകൾ മുഖ്യമന്ത്രി തന്നെ കൈവശം വെക്കുന്നുള്ള. അതിൽ തന്നെ KC വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. അവർ നേരത്തെ തന്നെ ഈ 3 വകുപ്പുകൾ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ പൊതുഭരണവും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ 4 വകുപ്പുകളാണ് മുഖ്യമന്ത്രിയുടെ കൈവശമുള്ളത്. ആ വകുപ്പുകൾ പ്രധാനപ്പെട്ട ആളുകൾ കൈകാര്യം ചെയ്യേണ്ട വകുപ്പുകളാണ് എന്ന ആവശ്യം അവർ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ വലിയ നിർബന്ധത്തിലേക്കൊന്നും പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ വകുപ്പുകൾ വിട്ടു നൽകാൻ മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെയാണ് സിദ്ദിഖ് നേരത്തെ വനം വകുപ്പാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അതിപ്പോൾ ഷിബു ബേബി ജോണിന് നൽകണം എന്ന ആവശ്യം ഉയർത്തുകയും പ്രധാനപ്പെട്ട വകുപ്പ് തങ്ങൾക്ക് വേണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഷിബു ബേബി ജോണിന് വിട്ടു നൽകിയിട്ട് സിദ്ദിഖിന് കൃഷി വകുപ്പ് നൽകുന്നതിൻ്റെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും കൃഷി വകുപ്പ് ഏറ്റെടുക്കാൻ സിദ്ദിഖ് തയ്യാറാകുന്നില്ല. അതിലൊരു വിമുഖത കാണിക്കുന്നു എന്നാണ്, തനിക്ക് താല്പര്യമില്ല എന്ന നിലപാടിലാണ് അദ്ദേഹം തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും ഒരു അസംതൃപ്തിയും അതുപോലെ തന്നെ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളും നിലനിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഇക്കാര്യത്തിൽ വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതുണ്ട്. വകുപ്പുകൾ തീരുമാനിച്ച് വളരെ വേഗത്തിൽ തന്നെ രാജ്ഭവനെ അറിയിച്ച് വിജ്ഞാപനം ഇറക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മന്ത്രിമാർക്കും വകുപ്പ് സെക്രട്ടറിമാർക്കും അല്ലെ വകുപ്പ് സെക്രട്ടറിമാർക്കടക്കം മന്ത്രിമാരുമായി ചർച്ച നടത്തി ഇതുമായി പുതിയ തീരുമാനത്തിലേക്ക് അടക്കം പോകാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ ഇവർക്ക് ഓഫീസുകളിലേക്കടക്കം മന്ത്രിമാർക്ക് തങ്ങളുടെ ഓഫീസുകളിലേക്കടക്കം പോകണമെന്നുണ്ടെങ്കിൽ തങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏത് എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ ചർച്ചകൾ പൂർത്തീകരിച്ചൊരു തീരുമാനമാക്കി രാജ്ഭവനിൽ അറിയിച്ച വിജ്ഞാപനം ഇറക്കുന്നതിനുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.